Hi, hello, welcome back to Geotechnical Engineering class. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഡിസ്കസ് ചെയ്തായിരുന്നു. വാട്ടർ കണ്ടൻറ്റ് കണ്ടുപിടിക്കാനുള്ളത്, സ്പെസിഫിക് ഗ്രാവിറ്റി, അതുപോലെ തന്നെ ഇൻസിറ്റു യൂണിറ്റ് വെയിറ്റ് ഒക്കെ കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെൻറ്റിനെ പറ്റി പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. കോർക്കട്ട മെത്തേഡിൻ്റെ ഒരു പ്രോബ്ലമാണ്. A Kolkata method is used to determine the in situ density of an embankment compacted at a water content of 14%, empty mass of the cutter 1285 തന്നിട്ടുണ്ട്. Then cutter full of soil has a mass of 3185 gram and volume of the cutter 1000 cc. Determine bulk density, dry density and degree of saturation of the embankment. G value is also given. Okay. സോ നമുക്ക് കോർക്കട്ടർ മെത്തേഡ് ഉപയോഗിച്ച് ഇൻസിറ്റ്യൂ ഡെൻസിറ്റി, ഫീൽഡ് ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ ഡേറ്റാസ് എല്ലാം ഇവർ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. വാട്ടർ കണ്ടൻറ്റ് വന്നിട്ടുണ്ട്, ആ എം ടി മാസ്, കട്ടറിൻ്റെ എം ടി മാസ് വന്നിട്ടുണ്ട്. ദെൻ കട്ടറിൻ്റെ മാസ് പ്ലസ് അതിനകത്തുള്ള സോയിൽ, അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്, വോളിയം തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യണം? ബൾക്ക് ഡെൻസിറ്റി, ഡ്രൈ ഡെൻസിറ്റി ആൻഡ് ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഇത്രയും കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? ഗിവൺ ഡേറ്റാസ് എടുത്ത് എഴുതുക. ഗിവൺ ഡേറ്റാസിൽ നമുക്ക് W തന്നിട്ടുണ്ട് 14%. ദെൻ സോയിൽ മാസ് ഇൻ ദി കട്ടർ, നമുക്ക് ഇപ്പോൾ തന്നിരിക്കുന്നത് എന്താണ്? കട്ടർ പ്ലസ് സോയിലിൻ്റെ വെയിറ്റും തന്നിട്ടുണ്ട്, എം ടി വെയിറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സോയിലിൻ്റെ മാത്രം വെയിറ്റ് കണ്ടുപിടിക്കാമല്ലോ. നമ്മൾ ആ ഫീൽഡിൽ നിന്ന് എടുത്ത സോയിലിൻ്റെ മാത്രം വെയിറ്റ്, അത് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ടോട്ടൽ വെയിറ്റിൽ നിന്നും 3185 നിന്നും എം ടി വെയിറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ആ സോയിൽ മാസിൻ്റെ വെയിറ്റ് കിട്ടും. ദെൻ നെക്സ്റ്റ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ബൾക്ക് ഡെൻസിറ്റി ആണ് അല്ലേ. ബൾക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ബൾക്ക് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ഓക്കെ, മാസ് ഇപ്പോൾ നമുക്ക് കിട്ടി, സോയിലിൻ്റെ മാസ് നമുക്ക് കിട്ടി 1900. ദെൻ വോളിയം ഓൾറെഡി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 1000 cc ആണ്. സോ 1000 കൊടുക്കുക. സോ നമുക്ക് ബൾക്ക് ഡെൻസിറ്റി എത്ര കിട്ടും? 1.9 gram per cc ഫസ്റ്റ് കിട്ടി. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? അതിൽ നിന്നും ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കണം. ബൾക്ക് ഡെൻസിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രൈ ഡെൻസിറ്റി കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ബൾക്ക് ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ 1 + W അല്ലേ. അപ്പോൾ ഇതിൽ നമുക്ക് ഗാമ അറിയാം. സോ 1.9 ഡിവൈഡഡ് ബൈ 1 + വാട്ടർ കണ്ടൻറ്റും ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 0.14. സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 1.67 gram per cc എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ബൾക്ക് ഡെൻസിറ്റി കിട്ടി, ഡ്രൈ ഡെൻസിറ്റി കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മുടെ എയിം എന്ന് പറയുന്നത് എന്താ? ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ ഓഫ് ദി എംപാക്ട്മെൻറ്റ്. ആ എംപാക്ട്മെൻറ്റിൻ്റെ ഡിഗ്രി ഓഫ് സാച്ചുറേഷൻ കണ്ടുപിടിക്കണം. എളുപ്പമാണ്, നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ജനറൽ ഇക്വേഷൻ അറിയാം. എന്താണ്? SC = W × G. ദെൻ ഇതിൽ നിന്ന് നമുക്ക് S കണ്ടുപിടിക്കാൻ എന്തും കൂടെ വേണം? W നമുക്കറിയാം, G നമുക്കറിയാം, Eയും കൂടെ കണ്ടുപിടിക്കണം. സിമ്പിളാണ്. നമുക്കൊരു റിലേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? ഗാമ D = ഗാമ W × G / 1 + E. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ യൂണിറ്റ് അല്ല, നമ്മൾ gram per cc യിലാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഗാമ W എടുക്കുമ്പം 1 gram per cc വേണം കൊടുക്കാനായിട്ട്. സോ ഗാമ ഡിയുടെ വാല്യൂ 1.67, ഗാമ W 1, G is 2.72 ഡിവൈഡഡ് ബൈ 1 + E. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇയുടെ വാല്യൂ കിട്ടുന്നത് 0.63 എന്നാണ് ഈ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഈ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ S കിട്ടാൻ എന്ത് ചെയ്താൽ മതി? S = WG ഡിവൈഡഡ് ബൈ E. W is 0.14, G is 2.72 divided by E is 0.63. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് 60.2% എന്നാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓക്കെ, ഇൻറ്റു 100 കൂടി ചെയ്യുന്നതാണ് കേട്ടോ. 16.2% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം തന്നെയാണ് ഇവിടെ അവർ എന്താണ് എക്സ്പെരിമെൻ്റ് ടേംസിൽ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ടർ കണ്ടൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? വെയിറ്റ് ഓഫ് കണ്ടെയ്നർ ഈസ് 40 gram. കണ്ടെയ്നറിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. ദെൻ വെയിറ്റ് ഓഫ് ദി കണ്ടെയ്നർ ആൻഡ് വെറ്റ് സോയിൽ സാമ്പിൾ ഈസ് 100 gram. സോയിൽ സാമ്പിളും കണ്ടെയ്നറും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള വെയിറ്റ് തന്നിട്ടുണ്ട്. ദെൻ ആഫ്റ്റർ 24 hours, ഓവൻ ഡ്രൈയിങ് ആഫ്റ്റർ 24 hours, വെയിറ്റ് ഓഫ് കണ്ടെയ്നർ വിത്ത് ഡ്രൈ സോയിൽ ഈസ് 80 gram. ഓക്കെ, അപ്പോൾ എല്ലാ വെയിറ്റും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വാട്ടർ കണ്ടൻറ്റ് ഓഫ് ദി സോയിൽ കണ്ടുപിടിക്കണം. ഓക്കെ, സിമ്പിളാണ് അല്ലേ. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? വെയിറ്റ് ഓഫ് കണ്ടെയ്നർ തന്നിട്ടുണ്ട്. എത്രയാണ്? 40 gram. ദെൻ ഇൻഡിവിജ്വലായിട്ട് കണ്ടെയ്നർ പ്ലസ് സോയിൽ സാമ്പിൾ തന്നിട്ടുണ്ട് 100. വെയിറ്റ് ഓഫ് കണ്ടെയ്നർ പ്ലസ് ഡ്രൈ സാമ്പിൾ 80 gram. ഓക്കെ, എല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്
സോയിലിൻ്റെ മാത്രം കണ്ടുപിടിക്കണം അല്ലേ. വെയിറ്റ് ഓഫ് വെറ്റ് സോയിൽ നമുക്ക് കണ്ടുപിടിക്കണം. വെയിറ്റ് ഓഫ് വെറ്റ് സോയിൽ കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുള്ളത് കണ്ടെയ്നർ പ്ലസ് വെറ്റ് സോയിൽ 100 ഗ്രാം തന്നിട്ടുണ്ട്. കണ്ടെയ്നറിൻ്റെ ഇൻഡിവിജ്വൽ വെയിറ്റ് 40 ഗ്രാം തന്നിട്ടുണ്ട്. സോ വെറ്റ് സോയിൽ അല്ലെങ്കിൽ നമ്മുടെ സോയിൽ സാമ്പിളിൻ്റെ വെയിറ്റ് എത്ര കിട്ടി? 60 ഗ്രാംസ്. സിമിലർലി വെയിറ്റ് ഓഫ് ഡ്രൈ സോയിൽ, അതായത് 24 hours ഓവനിലിരുന്ന് കഴിയുമ്പോൾ അതിൻ്റെ വെയിറ്റ്, കണ്ടെയ്നർ പ്ലസ് സോയിൽ 80 ആണ്. അതിനകത്ത് നിന്ന് കണ്ടെയ്നറിൻ്റെ വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 40 ഗ്രാംസ്. ഇതെന്താണ്? ഇത് W1 ആണ്, ഇത് W2 അല്ലെങ്കിൽ ഡ്രൈ വെയിറ്റ്. ഓക്കെ, നമുക്കറിയാം വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്തായിരുന്നു? വാട്ടർ കണ്ടന്റ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ് അല്ലേ. സോ ഇവിടെ വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇനിഷ്യലി വെയിറ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സോയിൽ സാമ്പിൾ എത്ര വെയിറ്റ് വാട്ടർ ഉണ്ട് എന്നുള്ളത് അല്ലേ. നമുക്കറിയാം ഇവിടെ മോയിസ്റ്റ് സാമ്പിൾ W1 ആണ്, ഡ്രൈ സാമ്പിൾ W2 ആണ്. സോ W - W2 ചെയ്യുമ്പോൾ നമുക്ക് മിച്ചം കിട്ടുന്നത് എന്താണ്? അതിൻ്റെ വാട്ടറിൻ്റെ വെയിറ്റ് ആണ്. ഡിവൈഡഡ് ബൈ WS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ്സ് മാത്രമുള്ള കേസ്. ഓവനിലിരുന്ന് 24 hours അത് ഡ്രൈ ആയി കഴിയുമ്പോൾ അതിൽ എന്ത് മാത്രമേ ഉള്ളൂ? സോളിഡ്സ് മാത്രമേ ഉള്ളൂ. സോ വെയിറ്റ് ഓഫ് സോളിഡ്സ് ഇസ് ഈക്വൽ ടു W2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 60 - 40 ഡിവൈഡഡ് ബൈ 40. ഓക്കെ, സോ ഇൻറ്റു പേഴ്സണിലല്ലേ വേണ്ടത്. സോ നമ്മൾ ഇൻറ്റു 100 കൂടെ ചെയ്യുക. സോ ഈക്വൽ ടു നമുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആൻസർ വരുന്നത് 50%. ഓക്കെ, സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ജസ്റ്റ് അവർ എക്സ്പെരിമെൻ്റ് ആയിട്ട് തന്നിരിക്കുന്നതേ ഉള്ളൂ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ സാൻഡ് റീപ്ലേസ്മെൻറ്റ് മെത്തേഡിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. സാൻഡ് റീപ്ലേസ്മെൻറ്റ് ടെസ്റ്റ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന ഡേറ്റാസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നിരിക്കുന്നത് നമ്മൾ ആ ഹോളിൽ നിന്നും റിമൂവ് ചെയ്ത സോയിലിൻ്റെ മാസ് ഓഫ് സോയിൽ റിമൂവ്ഡ് ഫ്രം ദ ഹോൾ 1914 ഗ്രാം. അതായത് ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്തിട്ട് സോയിൽ. ദെൻ നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ളത് മാസ് ഓഫ് സോയിൽ ആഫ്റ്റർ ഓവൻ ഡ്രൈ, അതായത് നമ്മൾ ആ സാമ്പിൾ അതുപോലെ തന്നെ എടുത്ത് ഓവൻ ഡ്രൈയിങ്ങിന് വെച്ചായിരുന്നു, അതിൻ്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഇനിഷ്യൽ ടോട്ടൽ മാസ് ഓഫ് സാൻഡ് പോറിംഗ് സിലിണ്ടർ. നമ്മളതിൽ യൂസ് ചെയ്തൊരു സാൻഡ് പോറിംഗ് സിലിണ്ടർ ഉണ്ടായിരുന്നു അല്ലേ. ആ സാൻഡ് പോറിംഗ് സിലിണ്ടറിൻ്റെ ഇനിഷ്യൽ മാസ് തന്നിട്ടുണ്ട് 3426 ഗ്രാം ആണെന്നുള്ളത്. ദെൻ പിന്നെന്താ നമുക്ക് തന്നിട്ടുള്ളത്? മാസ് ഓഫ് സാൻഡ് പോറിംഗ് സിലിണ്ടർ ആഫ്റ്റർ റണ്ണിങ് സാൻഡ് ഇൻ ടു ദ ഹോൾ. അതായത് ആ സാൻഡ് പോറിംഗ് സിലിണ്ടർ നമ്മൾ ഹോളിൻ്റെ അവിടെ കൊണ്ട് വെച്ചു, ഷട്ടർ തുറന്നു, ഹോൾ ഫില്ലായി. അത് കഴിഞ്ഞ് ബാക്കി ആ സിലിണ്ടറിലുള്ള വെയിറ്റ് തന്നിട്ടുണ്ട്. പിന്നെ അതിൽ യൂസ് ചെയ്യുന്ന സാൻഡിൻ്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഗാമ തന്നിട്ടുണ്ട്. പിന്നെന്താ തന്നിരിക്കുന്നത്? നമ്മൾ പറഞ്ഞായിരുന്നു ആ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ? സിലിണ്ടറിൻ്റെ താഴെ ഒരു ഒരു കോണിക്കൽ പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ കോണിക്കൽ പോർഷനിൽ പോയ സോയിലിൻ്റെ മാസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻസിറ്റു ബൾക്ക് ആൻഡ് ഡ്രൈ വെയ്റ്റ്സ് ഓഫ് സോയിൽ. ഓക്കെ, ഇൻസിറ്റു ബൾക്ക് യൂണിറ്റ് വെയ്റ്റും ഡ്രൈ യൂണിറ്റ് വെയ്റ്റും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഡേറ്റാസൊക്കെ ശ്രദ്ധിക്കാം. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? വാട്ടർ കണ്ടന്റ് നമുക്ക് തന്നിട്ടില്ല, നമുക്ക് തന്നിരിക്കുന്ന വെയിറ്റുകൾ തന്നിട്ടുണ്ട് അല്ലേ. ആദ്യം നമുക്ക് വെയിറ്റ് ഓഫ് സോയിൽ റിമൂവ്ഡ് ഫ്രം ദി ഹോളിൽ നിന്ന് റിമൂവ് ചെയ്ത വെയിറ്റ് തന്നിട്ടുണ്ട്. എന്താണെന്ന്? ടോട്ടൽ W 1914 ഗ്രാം തന്നിട്ടുണ്ട്. അത് ഓവൻ ട്രൈ ചെയ്ത് കഴിയുമ്പോൾ ടോട്ടൽ സോളിഡ്സിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 1664 ഗ്രാം. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇനിഷ്യലി വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. വാട്ടർ കണ്ടന്റ് അപ്പോൾ എന്ത് വരും? വാട്ടർ കണ്ടന്റ് നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് ചെയ്തതേ ഉള്ളൂ. എന്തായിരുന്നു? വെയിറ്റ് ഓഫ് വാട്ടർ ബൈ വെയിറ്റ് ഓഫ് സോളിഡ്സ്. ഇപ്പോൾ വെയിറ്റ് ഓഫ് വാട്ടർ കിട്ടാൻ എന്ത് ചെയ്യണം? ഇവിടെ 1914 - 1664 ഡിവൈഡഡ് ബൈ ഡ്രൈ. 1664 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വാട്ടർ കണ്ടന്റ് കിട്ടും. ഇൻറ്റു 100 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ പെർസെൻറ്റേജിൽ കിട്ടും. നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 15%. ട്രൈ ചെയ്ത് നോക്കാം. 15% ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? വാട്ടർ കണ്ടന്റ് കിട്ടി. ദെൻ ഇനിഷ്യൽ മാസ് ഓഫ് സിലിണ്ടർ നമുക്ക് 3426 ഗ്രാം തന്നിട്ടുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ഇനിഷ്യൽ മാസ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? റണ്ണിങ് ആ ഹോളിലേക്ക് നമ്മൾ സോയിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ബാക്കി സിലിണ്ടറിലുള്ള സോയിലിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കോണിലുള്ള വെയിറ്റും തന്നിട്ടുണ്ട്, കോണിൽ പോകുന്ന സോയിലിൻ്റെ വെയിറ്റും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഹോളിൽ ഫില്ല് ചെയ്ത സാൻഡിൻ്റെ വെയിറ്റ്സ് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ടോട്ടൽ വെയിറ്റിൽ നിന്നും 3426 എന്ന് പറയുന്ന ഈ ടോട്ടൽ വെയിറ്റിൽ നിന്നും എന്തൊക്കെ നമ്മൾ മൈനസ് ചെയ്യണം? നമ്മൾ ആദ്യം മൈനസ് ചെയ്യേണ്ടത് ആ സിലിണ്ടറിൽ ബാക്കിയുള്ള സോയിൽ 1594 മൈനസ് ചെയ്യണം. അതുപോലെ തന്നെ കോണിക്കൽ പോർഷനിൽ പോയ സോയിലും മൈനസ് ചെയ്യണം. മൈനസ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി നമുക്ക് എത്ര കിട്ടും? 1484 ഗ്രാം എന്ന് കിട്ടി. ഓക്കെ,
ഇപ്പോൾ നമുക്ക് നമ്മൾ ആ ഹോളിൽ ഫില്ല് ചെയ്ത സാൻഡിൻ്റെ വെയിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യനിൽ ഓൾറെഡി യൂണിറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് സാൻഡ്, നമ്മൾ ആ സിലിണ്ടറിൽ യൂസ് ചെയ്ത സാൻഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1.62 gram per cc ആണ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അതുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം ഗാമ ഈസ് ഈക്വൽ ടു എന്താണ്? W/V ആണ് അല്ലേ. അപ്പോൾ ഗാമ വാല്യൂ ഓൾറെഡി 1.62 നമുക്ക് തന്നിട്ടുണ്ട്. ആ ഹോളിൽ നമ്മൾ ഫില്ല് ചെയ്ത സാൻഡിൻ്റെ വെയിറ്റ് നമുക്കറിയാം 1584 ആണ്. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു. ഡിവൈഡഡ് ബൈ V. ഇത് ചെയ്യുമ്പോൾ നമുക്ക് വോളിയത്തിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ. സോ വോളിയം ഇസ് ഈക്വൽ ടു സോൾവ് ചെയ്യുമ്പം 977 cc എന്നാണ് വരുന്നത്. 977.77 cc എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് വോളിയം കിട്ടി അല്ലേ, ആ ഒരു ഹോളിൻ്റെ വോളിയം കിട്ടി. ഇനി നമുക്ക് അവിടെ നിന്നും എടുത്ത സാൻഡിൻ്റെ വെയിറ്റ് ഓൾറെഡി ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ആ ഫീൽഡിൽ നിന്ന് നമ്മൾ എടുത്ത സോയിലിൻ്റെ വെയിറ്റ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗാമ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആ ഫീൽഡിൽ നിന്നും എടുത്ത സോയിൽ ഡിവൈഡഡ് ബൈ വോളിയം അല്ലേ. 1914 എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ അതിൻ്റെ വോളിയം ചെയ്യുക, ഹോളിൻ്റെ വോളിയം. അത് ചെയ്യുമ്പോൾ നമുക്ക് 1.957 gram per cc എന്നാണ് നമ്മുടെ യൂണിറ്റ് വെയിറ്റ്, ബൾക്ക് യൂണിറ്റ് വെയിറ്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ബൾക്ക് ഡെൻസിറ്റി കിട്ടുന്നത്. ഇനി നമ്മളോട് എന്തും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഡ്രൈ ഡെൻസിറ്റിയും കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഗാമ അറിയാമെങ്കിൽ ഡ്രൈ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഗാമ ബൈ 1 + W. ഗാമയുടെ വാല്യൂ ഇപ്പം നമുക്ക് കിട്ടി 1.957 ഡിവൈഡഡ് ബൈ വാട്ടർ കണ്ടന്റ് ഓൾറെഡി നമ്മൾ ഇനിഷ്യലി കണ്ടുപിടിച്ചു 15% എന്ന്. സോ 0.15 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1.70 gram per cc എന്ന് കിട്ടും. ഓക്കെ, ഇക്വേഷൻസ് എല്ലാം നമ്മൾ ഫസ്റ്റ് ക്ലാസ് തൊട്ട് പഠിക്കുന്ന ഇക്വേഷൻ തന്നെ, ജനറൽ ഇക്വേഷൻസ്. ഇതിൽ ഇൻ ടേംസ് ഓഫ് എക്സ്പെരിമെൻ്റ് ടേംസിൽ അവർ വെയിറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നും നമുക്ക് വേണ്ട വെയിറ്റുകളും വോളിയം, വാട്ടർ കണ്ടന്റ് അതെല്ലാം നമ്മൾ കണ്ടുപിടിക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ബേസ്ഡ് ഓൺ ദ എക്സ്പെരിമെൻറ്റ് സിലബസിലുണ്ട്. അതാണ് നമ്മളതിന് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സിലബസിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് പഠിക്കാം. ഓക്കെ, സോ ഇതാണ് ഇത്രയേ ഉള്ളൂ ഈ സെഷനിൽ. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ബാക്കിയുള്ള പോർഷൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.